2024 സ്കീം കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് S3 ഇന്ന് TOC എക്സാം ആയിരുന്നു. നവംബർ 2025 TOC എക്സാം ഇന്ന് കഴിഞ്ഞു. എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. പാർട്ട് എ നോക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആൽഫബറ്റ്സ്, സ്ട്രിങ്സ്, ലാംഗ്വേജസ് വിത്ത് സ്യൂട്ടബിൾ എക്സാം. ഓക്കെ, ആൽഫബറ്റ്സും സ്ട്രിങ്സും ലാംഗ്വേജസും ഈ സബ്ജക്റ്റിന്റെ എക്സാം ടിപ്സ് വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യമാണ്, ഈ സബ്ജക്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ആൽഫബറ്റ്സ്, സ്ട്രിങ്സ്, ലാംഗ്വേജസ് ആൻഡ് ഗ്രാമർ. ഗ്രാമറിനകത്ത് ചോംസ്കി ഹയറാർക്കി, ഇതാണ് ആ സബ്ജക്റ്റിന്റെ ബേസ്. സോ ഇവിടെ നിന്ന് പഠിച്ചു തുടങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അത് ചോദിച്ചിട്ടുള്ള എന്താ? ആൽഫബറ്റ്സ്, സ്ട്രിങ്സ്, ലാംഗ്വേജസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്സ് ഫുൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രമല്ല പാർട്ട് എയിൽ തന്നെ 8th ക്വസ്റ്റ്യൻ ഗ്രാമർ, ചോംസ്കി ഹയറാർക്കിയാണ് 8th ക്വസ്റ്റ്യൻ. അതും 3 മാർക്സ് ആണ്. ചോംസ്കി ഹയറാർക്കിയിൽ ലിസ്റ്റ് ദ 4 ടൈപ്സ് ഓഫ് ഗ്രാമർ റെസ്പെക്റ്റീവ് മെഷീൻസ് ഉൾപ്പെടെ. ഓക്കെ, ഈ മെഷീൻസ് ഉൾപ്പെടെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് ഗ്രാമർ ഉണ്ട്. ടൈപ്പ് 0 അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമർ, അതിനകത്ത് വരുന്ന മെഷീനാണ് ടൂറിംഗ് മെഷീൻ. ഓക്കെ, ടൈപ്പ് 1 ഏതായിരുന്നു? കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ, CSG, അവിടുത്തെ മെഷീനാണ് LBA, ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ്. ടൈപ്പ് 2 കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, CFG, അവിടെ വരുന്ന മെഷീനാണ് PDA. ടൈപ്പ് 3 റെഗുലർ ഗ്രാമർ, ഇവിടുത്തെ മെഷീൻസ് ആണ് DFA, NFA വിത്ത് എപ്സിലോൺ. ഇത് കൂടാതെ വേറെ മെഷീൻസ് ഉണ്ട് കേട്ടോ, മീലി മെഷീൻ, മോറി മെഷീനൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല എന്നേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ക്വസ്റ്റിനും 8ാമത്തെ ക്വസ്റ്റിനും 3+3 6 മാർക്സ് അവിടെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങളുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതൊരു സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ഒരു സെനാരിയോയ്ക്കകത്ത് ഇത് ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ലാംഗ്വേജ് എന്തായിരിക്കും? സിമിലർ ആയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു വെൻഡിംഗ് മെഷീനിൽ 3 സ്വിച്ചസ് ഉണ്ട്. ഈ 3 സ്വിച്ചസിലെ കസ്റ്റമർക്ക് ഏത് സ്വിച്ച് വേണമെങ്കിലും പ്രസ് ചെയ്യാം. പക്ഷേ ABC അങ്ങനെ 3 സ്വിച്ചസ് ആയിട്ടോ, 3 ബട്ടൺസ്. അപ്പോൾ ഈ 3 ബട്ടണിൽ AB ഒരുമിച്ച് വന്നാൽ മാത്രമേ, അതായത് A.B എന്ന് വരണം. AB വന്നാൽ മാത്രമേ ആ മെഷീനിൽ നിന്ന് അയാൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? ആ മെഷീന്റെ പ്രോഡക്റ്റ്. ഒരു കോഫി മെഷീൻ എന്ന് വിചാരിക്കും. ഓക്കെ, അതിൽ Aയും Bയും പ്രസ് ചെയ്യുമ്പോഴായിരിക്കും അയാൾക്ക് അതിൽ നിന്ന് കോഫി കിട്ടുന്നത്. ഓക്കെ, സോ ഈ മെഷീന്റെ വർക്കിംഗ് ഇത്രയേ ഉള്ളൂ. A കഴിഞ്ഞു B റീഡ് ചെയ്യണം. Aയും Bയും റീഡ് ചെയ്താൽ മാത്രമേ ആ ഒരു പാറ്റേൺ ആണ് ഇവിടെ മാച്ച് ചെയ്യേണ്ടത്. AB എന്ന പാറ്റേൺ മാച്ച് ആയി കഴിഞ്ഞാൽ ഈ മെഷീൻ കോഫി കൊടുക്കും. അതായത് ആ മെഷീൻ ഫൈനൽ സ്റ്റേറ്റിലേക്ക് റീച്ച് ആയി. സോ Q0 നിന്ന് A റീഡ് ചെയ്യുന്നു, Q1ലേക്ക് വരുന്നു, അവിടെ നിന്ന് B റീഡ് ചെയ്യുന്നു, Q2ലേക്ക് പോകുന്നു, ആൻഡ് ദാറ്റ് Q2 ഈസ് ദ ഫൈനൽ സ്റ്റേറ്റ്. DFA വരയ്ക്കാനാണ് പറയുന്നത്. കുഴപ്പമില്ല, ഈസി ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, എ പ്രോഗ്രാമർ ക്ലെയിംസ് എ റെഗുലർ എക്സ്പ്രഷൻ AB the whole star എന്ന എക്സ്പ്രഷൻ തന്നേക്കുന്നത് ഫോർ ജനറേറ്റിംഗ് എ ലാംഗ്വേജ്. A⁻n B⁻n ആണ് ലാംഗ്വേജ് വേർ n is greater than 1. അതായത് എപ്സിലോൺ എടുക്കാൻ പാടില്ല, 1 എടുക്കാൻ പാടില്ല, 2 മുതൽ അങ്ങോട്ടേക്ക് പോകാം. സ്റ്റേറ്റ് വെദർ ദ ക്ലെയിം ഈസ് ട്രൂ. ഒരു പ്രോഗ്രാമർ അവകാശപ്പെടുന്നുണ്ട് AB the whole star ഈ ലാംഗ്വേജിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്. AB the whole star ഈ എക്സ്പ്രഷൻ ഈ ലാംഗ്വേജിനകത്ത് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ല. കാരണം AB the whole star എന്ന് പറയുമ്പോൾ എന്താ? അതിനകത്ത് എപ്സിലോൺ വരാം, AB വരാം, AB വരാം, ഇത് n നമ്പർ ഓഫ് ടൈംസ് വരാം. അതായത് അതിനകത്ത് എപ്സിലോൺ വരാം. പക്ഷെ ലാംഗ്വേജിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് A⁻n B⁻n ആണ് വേർ n greater than 1 ആണ്. അതൊരു കാര്യം, അതായത് അവിടെ എപ്സിലോൺ വരത്തില്ല. മറ്റൊരു കാര്യമുണ്ട്, എക്സ്പ്രഷൻ തന്നേക്കുന്നത് AB the whole star ആണ്. അതായത് AB അങ്ങനെ AB ആണ് റെക്കർ ചെയ്ത് വരുന്നത്. പക്ഷെ ലാംഗ്വേജ് വന്നിട്ട് A⁻n B⁻n ആണ്. അതായത് കുറച്ച് A's വരും. സപ്പോസ് 4 A's വരികയാണെങ്കിൽ അതിനുശേഷം 4 B's വരും. അങ്ങനെ AB മാത്രമാണ് ഈ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുള്ളൂ. അതിനുശേഷം വേറെ ഒരു സ്ട്രിങ്സ് ഇതിൽ മാച്ചിങ് അല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ലാംഗ്വേജിന്റെ എക്സ്പ്രഷൻ അല്ല അത്. സോ ഇതായിരുന്നു അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അതും കുഴപ്പമില്ല, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ CFG ആണ്. റൈറ്റ് എ CFG ഫോർ ദ ലാംഗ്വേജ് വിത്ത് ഈക്വൽ നമ്പർ ഓഫ് സീറോസ് ആൻഡ് വൺസ്. ഈക്വൽ നമ്പർ ഓഫ് സീറോസ് ആൻഡ് വൺസ്. മിനിമം സ്ട്രിങ് എന്തായിരിക്കും? എപ്സിലോൺ ആയിരിക്കും. ഓക്കെ, സോ S gives പ്രൊഡക്ഷൻ വരുമ്പോൾ S gives എപ്സിലോൺ വരാം, ഓർ AS BS 0S 1S or 1S 0S. Next, prove that CFL are not closed under intersection and complement. ഞാനിത് നമ്മുടെ എക്സാം ടിപ്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ സബ്ജക്ട് പഠിക്കുമ്പോൾ അവിടെ റെഗുലർ ലാംഗ്വേജസ് ഉണ്ട്. സെക്കൻഡ് മൊഡ്യൂളിനകത്ത് പമ്പിംഗ് ലെമ്മ വരുന്നുണ്ട്, അവിടെ റെഗുലർ ലാംഗ്വേജസിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ ഫോർത്ത് മൊഡ്യൂളിനകത്ത് CFL ഉണ്ട്, അവിടെ CFL പ്രോപ്പർട്ടീസ്, യൂണിയൻ, ഇന്റർസെക്ഷൻ, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് രണ്ടിലും കോമൺ ആണ്, രണ്ട് മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ, CFL are not closed under intersection and complement. ആ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതാൻ സാധിക്കും. 6th ക്വസ്റ്റ്യൻ, CNF ആണ്
Convert the following grammar to CNF. S gives small a, capital S, small b or AB. CFG തന്നിട്ടുള്ളത് CNF-ലേക്ക് കൺവേർട്ട് ചെയ്യാം. A non-terminal gives exactly two non-terminals or a terminal. ഇതാണ് CNF-ന്റെ ഫോർമാറ്റ്. തന്നിട്ടുള്ളത് CFG ആണ്, ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം. S gives capital A, capital S, capital B or capital A, capital B. അതായത് സ്മോൾ എനെ ഞാൻ ക്യാപിറ്റൽ ബിയിലേക്ക് കൊണ്ടുവന്നു, സ്മോൾ ബിനെ ഞാൻ ക്യാപിറ്റൽ ബിയിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ പ്രൊഡക്ഷൻ കിട്ടി. ക്യാപിറ്റൽ എസ് ഗിവ്സ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എസ്, ക്യാപിറ്റൽ ബി ഓർ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി. ഓക്കെ, നെക്സ്റ്റ് എയുടെ പ്രൊഡക്ഷൻ എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എ ഗിവ്സ് സ്മോൾ എ, ക്യാപിറ്റൽ ബി ഗിവ്സ് സ്മോൾ ബി. ഇതാണ് പ്രൊഡക്ഷൻ. ഇതിപ്പോൾ CNF-ലേക്ക് കൺവേർട്ട് ആയി. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ. ആൻഡ് 7th ക്വസ്റ്റ്യൻ, എ പ്രോഗ്രാമർ ക്ലെയിംസ്, അഗൈൻ ഒരു പ്രോഗ്രാമർ അവകാശപ്പെടുന്നുണ്ട് that every Turing machine is guaranteed to halt eventually. Explain contradiction using the reasoning with halting problem of Turing machine. കുറച്ച് തിയറി ടോപ്പിക്സ് ഈ സബ്ജക്റ്റിന്റെ 4th മൊഡ്യൂളിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അവിടെ ഹോൾട്ടിംഗ് പ്രോബ്ലം, ഡിസൈഡബിലിറ്റി, അൺഡിസൈഡബിലിറ്റി, ചർച്ച് തീസിസ്, ഇങ്ങനെ കുറച്ച് തിയറി ടോപ്പിക്സ് മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഹോൾട്ടിംഗ് പ്രോബ്ലം ആണ് ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ടൂറിംഗ് മെഷീൻ ഗ്യാരണ്ടി ആണ്. എവറി ടൂറിംഗ് മെഷീൻ ഈസ് ഗ്യാരണ്ടി ടു ഹോൾട്ട് ഇവൻച്വലി. ആക്ച്വലി എല്ലാ ടൂറിംഗ് മെഷീനും ഹോൾട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരു ടൂറിംഗ് മെഷീൻ വർക്ക് ചെയ്യും, അതിന് 4 ഔട്ട്കംസ് ആണ് വരുന്നത്. ഇതിൽ 2 ഔട്ട്കംസ് ആണ്. അത് ആ സ്ട്രിങ് കൊടുക്കുന്ന ഇൻപുട്ട് സ്ട്രിങ് അത് അക്സെപ്റ്റ് ചെയ്ത് ഹോൾട്ട് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്ത് ഹോൾട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ പറയുന്നത് ഹോൾട്ട് ചെയ്യാമെന്നാണ്. പക്ഷേ ഇൻഫൈനൈറ്റ് ലൂപ്പിലേക്ക് പോവാം, അല്ലെങ്കിൽ ആ മെഷീൻ ക്രാഷ് ആകാം, അങ്ങനെയും പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ അത് കോൺട്രഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതായിരുന്നു അതിന്റെ സൊല്യൂഷൻ. ദെൻ പാർട്ട് ബിയിലേക്ക് പോകുമ്പോൾ മൊഡ്യൂൾ 1 essay ക്വസ്റ്റ്യൻ. ഇൻ എ ലോഗിംഗ് സിസ്റ്റം, ഒരു ലോഗിൻ സിസ്റ്റം യൂസർ എന്ത് ചെയ്യുന്നു, പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു വിത്ത് ബൈനറി ഡിജിറ്റ്സ് കണ്ടെയ്നിങ് 11 കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സ്ട്രിങ് ആണ് ഒരു യൂസർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ NFA വരയ്ക്കണം. ഒന്നുമില്ല, Q0 1 എടുക്കുന്നു, Q1ലേക്ക് പോകുന്നു, Q1ന്റെ 1 എടുക്കുന്നു, Q2ലേക്ക് പോകുന്നു, Q2 ഫൈനൽ സ്റ്റേറ്റ്. ഇനി കൺവേർട്ട് NFA ഫോർ ദ above set of strings, convert the NFA to the equivalent DFA. NFA-നെ DFA-ലേക്ക് കൺവേർട്ട് ചെയ്യണം. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു കോർ ലോജിക്ക് മാത്രമാണ്. Q0 1, Q1, Q1 1, Q2. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാനുണ്ട്. ഇപ്പോൾ 0 1 1 വരാം. ഓക്കെ, ഇത് അത്യാവശ്യം ഈസി ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് NFA വരയ്ക്കുക. NFA വരയ്ക്കാൻ ഈസിയാണ്. ആ NFA-നെ കൺവേർട്ട് ചെയ്തിട്ട് DFA ആക്കുക. 10th ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു മൊഡ്യൂൾ 1 9th ക്വസ്റ്റ്യൻ നല്ലതാണ്. ഓക്കെ, മൊഡ്യൂൾ 1 9th ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ 9 മാർക്സ് കിട്ടും. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 10th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഗിവൺ ബിലോ ദ ട്രാൻസാക്ഷൻ ടേബിൾ ഓഫ് എ DFA തന്നിട്ടുണ്ട്. ഒരു മെഷീന്റെ DFA തന്നിട്ടുണ്ട്. അസ്യൂം ദാറ്റ് Q0 is a start state and final state എന്താണെന്ന് അറിയില്ല. Q3 is the final state. ഓക്കെ, അതിന്റെ റെഗുലർ ലാംഗ്വേജ് എഴുതണം, റെഗുലർ എക്സ്പ്രഷൻ എഴുതണം. ഫൈൻഡ് ദ ഇക്വലന്റ് മിനിമം സ്റ്റേറ്റ് DFA ഫ്രം ദ ഗിവൺ DFA. അതായത് ആ ടേബിളിന്റെ ഒരു ട്രാൻസാക്ഷൻ ഗ്രാഫ് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ ഈസിയാണ്. ലാംഗ്വേജ് അത് എഴുതാൻ 2 മാർക്കാണ്. ആ ലാംഗ്വേജ് എഴുതുന്ന സമയത്ത് തന്നെ ഇതിനെ വരച്ച് നോക്കില്ല, വരച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. Q0 A Q1ലേക്ക് പോകുന്നു, Q0 B Q3ലേക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു AB എന്ന സബ്സ്ട്രിങ് എന്തായാലും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. റിമൈനിങ് നോക്കണം കേട്ടോ, ബാക്കി ഞാൻ നോക്കിയിട്ടില്ല. AB സബ്സ്ട്രിങ് എടുക്കുന്ന ഷുവറാണ്. ഇനി അത് ബാക്കി കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ എക്സ്പ്രഷൻ ഈസിയാണ്. ഓക്കെ, റെഗുലർ ലാംഗ്വേജ് എഴുതാൻ പറ്റും, റെഗുലർ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. റെഗുലർ ലാംഗ്വേജ് എഴുതാൻ ഈസിയാണ്, റെഗുലർ എക്സ്പ്രഷൻ എഴുതാൻ ഈസിയാണ്. ആൻഡ് മിനിമൈസ്ഡ് DFA ആക്കുക. തന്നിരിക്കുന്ന ടേബിളിൽ മിനിമൈസ്ഡ് സ്റ്റേറ്റ് തന്നിട്ടുള്ള DFA-നെ മിനിമൈസ്ഡ് DFA ആക്കുക. ഓക്കെ, അതിനകത്ത് സിമിലർ ആയിട്ടുള്ള റോസ് ഉണ്ടാവും. മൊഡ്യൂൾ 1 9th and 10th ക്വസ്റ്റ്യൻ രണ്ടും ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ മൊഡ്യൂൾ 2 നോക്കുമ്പോൾ അവിടെ എന്താ 11th ക്വസ്റ്റ്യൻ A പാർട്ടിൽ കൺവേർട്ട് ദ റെഗുലർ എക്സ്പ്രഷൻ 0 + 1 the whole star .0.1 into equivalent FA. എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, FA-ലേക്ക് മാറ്റിയാൽ മതി. ഇത് നമുക്ക് ഈസി അല്ലേ, അത് ഡ്രോ ചെയ്തെടുക്കാമല്ലോ. നമുക്ക് ആദ്യം ക്ലോഷർ വരയ്ക്കാം, തന്നെ ക്ലോഷർ കഴിഞ്ഞിട്ട് then 0 ആഡ് ചെയ്യണം, then അത് 1 ആഡ് ചെയ്യണം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എനി 2 ക്ലോഷർ പ്രോപ്പർട്ടീസ് ഓഫ് റെഗുലർ ലാംഗ്വേജ്. റെഗുലർ ലാംഗ്വേജസിന്റെ പ്രോപ്പർട്ടീസ് ഓൾറെഡി ഞാൻ പാർട്ട് എയിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. CFL-ന്റെ പ്രോപ്പർട്ടീസോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ വീണ്ടും ചോദിച്ചു. റെഗുലർ ലാംഗ്വേജ് ഇതൊക്കെ നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടന്റ് ഏരിയാസും ആണ്. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ലാംഗ്വേജസിന്റെ പ്രോപ്പർട്ടീസ് ഏതെങ്കിലും എഴുതാം. സത്യം പറഞ്ഞാൽ മൊഡ്യൂൾ 1 നിങ്ങൾക്ക് 9th or 10th ഏത് വേണമെങ്കിലും എഴുതാം. മൊഡ്യൂൾ 2-നകത്ത് 11th ക്വസ്റ്റ്യൻ 11A 11B രണ്ടും ഈസിയാണ്. 12th ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒരു സ്ട്രിംഗ് വരുന്നു W.W, അഗൈൻ ആ സ്ട്രിംഗ് ഉണ്ട്. അതായത് AB അങ്ങനെ, അല്ലെങ്കിൽ ABC ഇല്ലല്ലോ ഇവിടെ, AB അല്ലെങ്കിൽ ABB ഇങ്ങനത്തെ സ്ട്രിങ്സ് ആണ് വരുന്നത്. ഇതുപോലുള്ള സ്ട്രിങ്സ് ആയിരിക്കും ഇതിൽ വരുന്നത്. ഈസ് റെഗുലർ ബിക്കോസ് ഇറ്റ് ഈസ് സിമ്പിൾ ടു റെക്കഗ്നൈസ്. വാട്ട് ഈസ് യുവർ ക്ലെയിം, ട്രൂ ഓർ ഫോൾസ്. പമ്പിംഗ് ലെമ്മയാണ് പറയുന്നത്. പമ്പിംഗ് ലെമ്മ വെച്ചിട്ട് ഇത് റെഗുലർ ആണ്
എന്ന് ഒരാൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഒരാൾ ക്ലെയിം ചെയ്തു റെഗുലർ ആണെന്നത്. അത് ശരിയാണോ അല്ലെന്നുള്ളത് പമ്പിംഗ് ലെമ്മ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കി കാണിക്കാം. പമ്പിംഗ് ലെമ്മ നിങ്ങൾക്കത് അറിയാമെങ്കിൽ റെഗുലർ ലാംഗ്വേജസിന്റെ പമ്പിംഗ് ലെമ്മ നമുക്ക് അറിയാം. സപ്പോസ് എൽ ഈസ് എ റെഗുലർ ലാംഗ്വേജ്, ദെൻ ദെയർ എക്സിസ്റ്റ് എ കോൺസ്റ്റന്റ് എൻ. ആ കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സ്ട്രിങ്സ് വരുന്നത്. ആ സ്ട്രിംഗ് ലെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെങ്കിൽ നമുക്ക് ആ സ്ട്രിംഗ് സബ് സ്ട്രിങ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ്, വൈ ആൻഡ് സെഡ്. ഇതിന്റെ ബേസിസിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ ഇത് പമ്പിംഗ് ലെമ്മ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റും. 11th ക്വസ്റ്റിനെക്കാട്ടിലും ടഫായിട്ട് തോന്നുന്നു, അത്രേ ഉള്ളൂ. കാരണം പമ്പിംഗ് ലെമ്മ എല്ലാവർക്കും അത് ഓക്കെ ആകണമെന്നില്ല. പമ്പിംഗ് ലെമ്മ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഈസിയാണ്. ഓക്കെ, ദെൻ അതിൻ്റെ കൂടെ 12th ബി ക്വസ്റ്റ്യൻ, ജനറേറ്റ് ദ സ്ട്രിംഗ് എ പ്ലസ് എ സ്റ്റാർ എ. ഇ ഗീവ്സ് ഇ പ്ലസ് ഇ, ഇ ഗീവ്സ് ഇ സ്റ്റാർ ഇ, ഇ ഗീവ്സ് ഐ. അങ്ങനെ ഒരു പ്രൊഡക്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അൻ എക്സ്പ്രഷൻ ഗീവ്സ് അൻ എക്സ്പ്രഷൻ പ്ലസ് എക്സ്പ്രഷൻ, അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. ആ പ്രൊഡക്ഷനിൽ നിന്ന് വരുന്ന സ്ട്രിംഗ് ആണിത്. ഇത് ആംബിഗ്യസ് ആണോ അല്ലേ എന്ന് ചോദിക്കുന്ന 12B ഈസി ക്വസ്റ്റ്യൻ. എത്ര മാർക്കാണ്? 4 മാർക്ക്. ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. എസ് ഗീവ്സ് എസ് പ്ലസ് എസ് ഓർ എസ് ഗീവ്സ് എസ് സ്റ്റാർ എസ് ഓർ എ. ഈ പ്രൊഡക്ഷനിൽ ഒരു സ്ട്രിംഗ് വന്നു എ പ്ലസ് എ സ്റ്റാർ. ഇത് ആംബിഗ്യസ് ആണ്. ഈ ഗ്രാമർ ആംബിഗ്യസ് ആണ്. ഇത് ആംബിഗ്യസ് ആണ് കാരണം എ പ്ലസ് എ സ്റ്റാർ എ എന്ന സ്ട്രിംഗ് നമുക്ക് 2 രീതിയിൽ നമുക്ക് ഇതിൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനിൽ നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. എസ് ഗീവ്സ് എസ് പ്ലസ് എസ് എടുത്തിട്ട് അതിൽ സെക്കൻഡ് എസിന് എസ് സ്റ്റാർ എസ് കൊടുക്കുക. ദെൻ ഓരോ എസിനും എ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് എ സ്റ്റാർ എ കിട്ടും. ഇതൊരു സൊല്യൂഷനായി. സെക്കൻഡ് സൊല്യൂഷൻ, എസ് ഗീവ്സ് എസ് സ്റ്റാർ എസ് എടുക്കുക. അതിൽ ഫസ്റ്റ് എസിന് എസ് പ്ലസ് എസ് കൊടുക്കുക. ദെൻ എല്ലാ എസിനും എ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ പ്ലസ് എ സ്റ്റാർ എ കിട്ടി. ഓക്കെ, 2 ആൻസറായി. അതും ഈസി ക്വസ്റ്റ്യൻ ആണ്. 12th എ കമ്പാരിറ്റീവ്ലി 11 കമ്പയർ ചെയ്യുമ്പോൾ 12th എ ഇച്ചിരി ടഫാന്നേ ഉള്ളൂ. കുഴപ്പമില്ല. മൊഡ്യൂൾ 2 എസ് എ ഈസിയാണ്. മൊഡ്യൂൾ 3 13 ക്വസ്റ്റ്യൻ. മൊഡ്യൂൾ 3 13A ഡിഫറൻസ് ബിറ്റ്വീൻ DPDA ആൻഡ് NPDA. അത് ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. അതൊരു പോയിന്റ്സ് എഴുതിയാൽ മതി. ഒരു ടേബിൾ വരയ്ക്കുക, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് ഡിഫറൻസ് എടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൂടെ ചോദിച്ചിരിക്കുന്നത് എന്താ? എക്സ്പ്ലെയിൻ ബൈ ചെക്കിംഗ് വെദർ ആൻ ഇൻപുട്ട് ഈസ് എ പാലിൻഡ്രോം. ഒരു ഇൻപുട്ട് സ്ട്രിംഗ് അത് പാലിൻഡ്രോം ആണോ അല്ലയെന്ന് എന്തിനാണ് ചെക്ക് ചെയ്യുന്നത്? ലാംഗ്വേജ് തന്നിട്ടുണ്ട്, താഴെ ഒരു പാലിൻഡ്രോമിന്റെ ലാംഗ്വേജ് തന്നിട്ടുണ്ട്. റിക്വയർസ് ആൻ നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA. ഓക്കെ, NPDA ആണ്. ലാംഗ്വേജ് തന്നിട്ടുണ്ട്, അത് NPDA ചെക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല നിങ്ങളിൽ പലർക്കും അത് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്താ എഴുതിയെന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ, നമുക്ക് നോക്കാം. ഡിസൈൻ NPDA ഫോർ ദ ലാംഗ്വേജ്. പ്യൂർലി NPDA ആണ് 30. ആർക്കോ NPDA ഇഷ്ടപ്പെട്ട ആരോ ആണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടേ. ദെൻ 14th ക്വസ്റ്റ്യൻ, ഡിസൈൻ എ PDA ഫോർ ദ കമ്പൈലർ that validates nested symbols in the following. അതിനകത്ത് ബ്രേസസിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റ്, ഇതിനകത്ത് റൗണ്ട് ബ്രാക്കറ്റ്. ഈ സബ്ജക്റ്റ് പഠിക്കുന്ന നിങ്ങൾക്ക് അറിയാത്തൊരു സത്യം ഞാൻ പറഞ്ഞുതരാം. ഈ സബ്ജക്റ്റ് എന്തിനാ പഠിക്കണമെന്ന് അറിയാം? നമ്മൾ കമ്പൈലർ എന്നൊരു സോഫ്റ്റ്വെയർ പഠിച്ചിട്ടില്ലേ? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റർ. ആക്ച്വലി ഈ കമ്പൈലർ എന്ന സോഫ്റ്റ്വെയർ അതൊരു ചെറിയ സംഗതി ഒന്നുമല്ല. അത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് 6 phases ഉണ്ട്. ലെക്സിക്കൽ അനാലിസിസ്, സിൻടാക്സ് അനാലിസിസ്, സെമാൻറ്റിക് അനാലിസിസ്. ഈ 3 ഫേസും അനാലിസിസ് ഫേസ് ആണ്. അതിനുശേഷം ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, കോഡ് ഒപ്റ്റിമൈസേഷൻ, കോഡ് ജനറേഷൻ. ഓക്കെ, ഈ 6 ഫേസസിലെ ഫസ്റ്റ് ഫേസ് ലെക്സിക്കൽ അനാലിസിസ്, ഇവിടെ നമുക്ക് DFAയുടെയും NFAയുടെയും റെഗുലർ എക്സ്പ്രഷൻ്റെയൊക്കെ യൂസേജ് വരുന്നുണ്ട്. സെക്കൻഡ് ഫേസ് സിൻടാക്സ് അനാലിസിസ്, ഇവിടെ നമുക്ക് CFGയുടെ ആവശ്യം വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ പഠിക്കുന്ന TOCയുടെ ആപ്ലിക്കേഷൻ ആണ് കമ്പൈലർ. ഈ സബ്ജക്ട് പഠിച്ചതിന്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14B GNF ആണ്. സത്യത്തിൽ ഈ മൊഡ്യൂൾ 3യുടെ ക്വസ്റ്റ്യൻസ് ഇച്ചിരി ടഫ് ആയിട്ട് തോന്നുന്നു, essay ക്വസ്റ്റ്യൻ. ദെൻ മൊഡ്യൂൾ 4 നോക്കുമ്പോൾ 15A ഡിസൈൻ എ Turing machine that accept all binary strings starting and ending with same symbol. പാലിൻഡ്രോം അല്ല, സ്റ്റാർട്ടിംഗ് സിമ്പിളും എൻഡിങ് സിമ്പിളും മാത്രം സെയിം ആയാൽ മതി. പാലിൻഡ്രോം എന്ന് പറയാൻ അങ്ങനെയല്ലോ, സെക്കൻഡ് സിമ്പിളും സെക്കൻഡ് ലാസ്റ്റ് സിമ്പിളും സെയിം ആകണം, അങ്ങനെയാണ്. ഇവിടെ സ്റ്റാർട്ടിംഗ് സിമ്പിളും എൻഡിങ് സിമ്പിളും മാത്രം സെയിം ആയാൽ മതി. ഇൻ ബിറ്റ്വീനുള്ള സിമ്പിൾസിനെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ, സോ Q0 നിന്നിട്ട് ഫസ്റ്റ് ഇൻപുട്ട് റീഡ് ചെയ്യുന്നു. ആ ഇൻപുട്ട് റീഡ് ചെയ്തിട്ട് അവിടെ നമുക്കൊരു X ആയിട്ട് റൈറ്റ് ചെയ്യും. ദെൻ ബ്ലാങ്ക് സിമ്പിൾ കാണുന്നത് വരെ പ്രോസസ് ചെയ്ത് പോവുക. ബ്ലാങ്ക് സിമ്പിൾ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് വന്നാൽ ലാസ്റ്റ് സിമ്പിൾ നമുക്ക് കിട്ടും. ഓക്കെ, ആ ലാസ്റ്റ് സിമ്പിൾ നമ്മൾ റീഡ് ചെയ്തിട്ട് X കൊടുത്ത് റൈറ്റ് ചെയ്തില്ലേ, അവിടെ നിങ്ങൾക്ക് എന്ത് സിമ്പിൾ ആണ് കിട്ടിയത് അത് തന്നെയാണോ ലാസ്റ്റ് സിമ്പിൾ എന്ന് വെരിഫൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് അക്സെപ്റ്റ് ചെയ്യാം. ഇതാണ് ഇതിന്റെ കോർ ഐഡിയ. ഫസ്റ്റ് സിമ്പിൾ റീഡ് ചെയ്തിട്ട് സ്മോൾ a റീഡ് ചെയ്യണമെങ്കിൽ X കൊടുക്കുന്നു, സ്മോൾ b റീഡ് ചെയ്യണമെങ്കിൽ Y കൊടുക്കുന്നു. ദെൻ ലാസ്റ്റ് സിമ്പിൾ റീഡ് ചെയ്യുന്നു. ഫസ്റ്റ് സിമ്പിളും ലാസ്റ്റ് സിമ്പിളും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് മെഷീൻ. 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ആ Turing മെഷീൻ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കൊക്കെ ഒന്ന്
മൂവ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. ദെൻ 15ൽ ബി, എ ടൂറിംഗ് മെഷീൻ സിമുലേറ്റ്സ് മൾട്ടിപ്പിൾ മെഷീൻസ് ബൈ ഇന്റർലിവിംഗ് ദെയർ സ്റ്റെപ്സ്. ഈച്ച് സിമുലേറ്റഡ് മെഷീൻസ് റൺ ഓൺ ഇറ്റ്സ് ഓൺ എൻകോഡഡ് ഇൻപുട്ട് വിത്തിൻ ദ സെയിം ടേപ്പ്. സെയിം ടേപ്പിൽ തന്നെ മൾട്ടിപ്പിൾ മെഷീൻസ് വർക്കാം. അതായത് ഒരു ടേപ്പിൽ തന്നെ ഈ മെഷീൻസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ മെഷീൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. വേരിയൻസ് ഓഫ് ടൂറിംഗ് മെഷീൻ എന്നൊരു ടോപ്പിക് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാറുണ്ട്. ടൂറിംഗ് മെഷീൻ ഡിഫറെന്റ് ടൈപ്സ് ആണ്. യൂണിവേഴ്സൽ ടൂറിംഗ് മെഷീൻ, മൾട്ടി ടൈപ്പ് ടൂറിംഗ് മെഷീൻ, മൾട്ടിപ്പിൾ ഹെഡ് ടൂറിംഗ് മെഷീൻ, കെ ഡയമെൻഷണൽ ടൂറിംഗ് മെഷീൻ, നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീൻ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂറിംഗ് മെഷീൻസ് ഉണ്ട്. ഇതിനകത്ത് ഒരാളാണ്. നിങ്ങളിത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് അറിയാമെങ്കിൽ നിങ്ങൾ ആൻസർ ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, ഇതിൽ ഏത് മെഷീനാണ് ഇതിനകത്ത് വരുന്നതെന്ന്, ഇതിൽ ഏത് മെഷീൻ ആയിരിക്കും ഇതിനകത്ത് ഉള്ളത്? ഞാൻ ഈ പറഞ്ഞതിൽ ഒരു മെഷീനാണ് ഇതിന്റെ ആൻസർ. നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ നിങ്ങൾ എൻ്റർ ചെയ്യും. നെക്സ്റ്റ്, what kind of touring machine is this? Okay, then what theoretical concept does this illustrate? ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? തിയററ്റിക്കൽ നമുക്ക് ഇത് എന്ത് കോൺസെപ്റ്റിലെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, 16th question, design a touring machine that replace every zeros and ones with every ones and zero in a binary string. ബൈനറി സ്ട്രിംഗ് ആണ്, കോംപ്ലിമെന്റ് ആണ് എടുക്കേണ്ടത്. 0നെ 1 ആക്കുക, 1നെ 0 ആക്കുക. ഇല്ലസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് ടൂറിംഗ് മെഷീൻ വിത്ത് ദ ID, ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് ഇത് ഇല്ലസ്ട്രേറ്റ് ചെയ്യണം. ഫോർ ദ സ്ട്രിംഗ് 1101. ഫസ്റ്റ് 1 റീഡ് ചെയ്യുന്നു, റീഡ് ചെയ്താൽ ഉടനെ അതിന് 0 ആക്കുക. 1 റീഡ് ചെയ്താൽ 0 ആക്കുക, സെക്കൻഡ് 1 0 ആക്കുക. തേർഡ് ക്യാരക്ടർ 0 ആണ്, അതിന് 1 ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് ക്യാരക്ടർ 1ന് 0 ആയിട്ട് റീപ്ലേസ് ചെയ്യും. സോ 0 0 1 0 ആയിരിക്കും ഔട്ട്പുട്ട് വരേണ്ടത്. അതിന്റെ ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ കൂടെ എഴുതണം. ഓക്കെ, ദെൻ 16th B, എ മെഷീൻ ആക്സെപ്റ്റ് പാലിൻഡ്രോം by using two tapes, multi-tape. One reads the input left to right, another right to left, and compares symbols. What type of touring machine is it, and why might it be more efficient than a single tape touring machine? ക്വസ്റ്റ്യനിൽ തന്നെ ഹിന്റ് തന്നിട്ടുണ്ട്. സിംഗിൾ ടൈപ്പ് ടൂറിംഗ് മെഷീനെ കാട്ടിലും ബെസ്റ്റ് ആണ് ഇയാൾ. എന്തുകൊണ്ട്? സോ സിംഗിൾ ടൈപ്പ് ടൂറിംഗ് മെഷീൻ അല്ല എന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ. മൾട്ടി ടൈപ്പ് ടൂറിംഗ് മെഷീൻ ആണ്. ഒരു ടേപ്പിനകത്ത് ഒരു സ്ട്രിംഗ് ഉണ്ട്. ഒരു ടേപ്പ് വർക്ക് ചെയ്യുന്നത് ഒരു സൈഡിൽ നിന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, സെക്കൻഡ് വൺ വർക്ക് ചെയ്യുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഇവിടെ ഒരു കമ്പാരിസൺ. ഇത് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്? ഇത് എന്ത് ടൈപ്പ് ടൂറിംഗ് മെഷീൻ ആണ്? ഈസി ആണ്. മൾട്ടി ടൈപ്പ് ടൂറിംഗ് മെഷീന്റെ വർക്കിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നത് സത്യത്തിൽ മൊഡ്യൂൾ 3യുടെ essay ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു ടഫ് ആയത്. മൊഡ്യൂൾ 3യുടെ essay ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ അവിടെ 9 മാർക്സ് വരും. 9 മാർക്സ് ഒഴികെ 60 മാർക്സിൽ 51 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു. ഓക്കെ, ഇവിടെ ട്യൂഷന് വന്നിട്ടുള്ള കുട്ടികൾക്ക് കുഴപ്പമില്ല എന്ന് അറിയിച്ചു, നന്നായിട്ട് എഴുതാൻ സാധിച്ചു. എൻ്റെ എക്സാം ടിപ്സ് വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 51 മാർക്സിന്റെ ഏരിയാസ് നിങ്ങൾക്ക് അവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അത്യാവശ്യം ഈസി ആയിരുന്നു TOC. നമുക്ക് അടുത്ത എക്സാംസ് ഇനി നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നത് ഡാറ്റാ സ്ട്രക്ചർ കുറച്ച് ടഫ് ആയിരിക്കും. ജാവ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ജാവയിൽ മെജോറിറ്റി പ്രോഗ്രാംസ് ആയിരിക്കും വരുന്നത്. സോ പ്രോഗ്രാംസ് ചെയ്ത് പഠിച്ച് ശീലിക്കുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.